സ്വർണ്ണക്കപ്പിലേക്ക് പോവാം. സ്വർണ്ണക്കപ്പിൽ അവിടെ ജോസിലും സിജു കണ്ണനും കൊണ്ടുവരികയാണ്. സിജു കണ്ണൻ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ്. ആ സ്വർണത്തിന്റെ തൂക്കം എന്നതിനേക്കാൾ അത് നൽകുന്ന ഒരു മൂല്യമുണ്ട്. അതൊരു പക്ഷേ ഈ ഇത്രയും പാർട്ടിസിപ്പൻസും അവരുടെ ജില്ലയുടെയും ഒക്കെ പ്രതീക്ഷയാണ് എന്നുള്ളതാണ്, അഭിമാനമാണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ആ പരസ്യത്തിൽ കണ്ട പോലെ പ്രതീക്ഷകൾ നിറങ്ങളാൽ നിറയട്ടെ. ആ പ്രതീക്ഷാഭരിതമായ സ്വർണ്ണക്കപ്പ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്, തിരുവനന്തപുരം ജില്ലയിലേക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിൽ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാന 63ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയായ MT നിളയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും. അല്പസമയത്തിനകം തന്നെ ആ സ്വർണ്ണക്കപ്പ് സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് എത്തുകയാണ്. കാവ്യ തുടരുന്നുണ്ട്. കപ്പിനായുള്ള എല്ലാ കപ്പ് സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് നമ്മൾ കാണുന്നത് സ്റ്റേഡിയം മുഖത്ത്. ഇപ്പോഴിതാ കപ്പെത്തുന്നു പ്രധാന വേദിയിലേക്ക്. തീർച്ചയായും കണ്ണൂർ ട്രഷറിയിൽ നിന്ന് പിന്നീട് കാസർഗോഡ് ദുർഗ സ്കൂളിൽ നിന്ന് തുടങ്ങിയ പ്രയാണമാണ് കേരളത്തിലെ മുഴുവൻ കൗമാര വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ ജില്ലകളുടെയും വിദ്യാഭ്യാസ ജില്ലകളുടെയും ഒക്കെ പ്രതീക്ഷയാണ് ആ കപ്പ് എന്നത്. ആ കപ്പ് കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന് സിജു കണ്ണൻ ജോസിലിന് കൈമാറിയിട്ടുണ്ട്. ജോസിൽ കപ്പെത്തിയിരിക്കുന്നു. ആവേശം അലതല്ലിയാണ് അതിന് സ്വീകരണം ഒരുക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കാഴ്ചക്കപ്പുള്ള വിവരങ്ങൾ? അജിംഷാദ് ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആവേശം ഉയർത്തിക്കൊണ്ട് ഇവിടെ സ്വർണ്ണക്കപ്പ് ഇവിടെ MDയുടെ പ്രിയപ്പെട്ട നിളയുടെ പേരിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 117 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് ജേതാക്കൾക്ക് ഈ വർഷം ആരാണ് അതിൻ്റെ ജേതാക്കൾ എന്ന് ഉറ്റുനോക്കുന്ന ഒരു കലാമേളയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ ഇവിടെ MDയുടെ നിളയുടെ പേരിലുള്ള ഈ സ്റ്റേഡിയത്തിലേക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ഈ കപ്പ് ഏറ്റുവാങ്ങുകയാണ്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തേക്കാൾ അറിയുന്ന എൻ്റെ നിളയാണ് എനിക്കിഷ്ടം, MD വാസുദേവൻ നായർ എന്ന് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിൻ്റെ ഈ കവാടത്തിൻ്റെ മുൻപിൽ ആണ് ഈ വേദി ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ ഈ കലാമത്സരങ്ങളുടെ വിവിധ ദൃശ്യങ്ങൾ ഫ്ലോട്ടുകളായി ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. അതിൻ്റെ എല്ലാം മുമ്പിൽ വെച്ചാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ മന്ത്രി GR അനിൽ, മേയർ ആര്യ അടക്കമുള്ള ആളുകൾ ചേർന്ന് ഇപ്പോൾ ഈ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ കേരളത്തിൻ്റെ ആരാധനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലാമേള ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായി ഈ ജേതാക്കൾക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സമ്മാനിക്കുന്നതിനു വേണ്ടിയുള്ള സ്വർണ്ണക്കപ്പ് മഹാകവി വൈലോപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഈ സ്വർണ്ണക്കപ്പ് ആരുടെ കൈകളിലേക്കാണ് ഇനി 5 ദിവസത്തെ കലാമത്സരങ്ങളുടെ സമാപനം കുറിക്കുമ്പോൾ ഏത് ജില്ലയിലേക്കാണ് ഈ കപ്പ് പോകുന്നതെന്നുള്ള ആകാംക്ഷയാണ് ഇനി അവശേഷിക്കുന്നത്. അത്തരത്തിൽ കലാമേളയ്ക്ക് എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ MD നിളയുടെ പേരിലുള്ള ഈ പ്രധാന വേദിയിൽ തന്നെ ഏകദേശം 10,000 ആളുകൾക്ക് കസേരയിട്ട് ഇരുന്നു കാണാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ അതനുസരിച്ചുള്ള ഇപ്പോൾ ഇവിടെ ആവേശം എത്രത്തോളമാണെന്ന് വിവരിക്കാൻ പറ്റാത്ത അത്ര ഒരു ആവേശം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ ഈ സ്വർണ്ണക്കപ്പ് 117 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി വടക്കൻ ജില്ലകൾ ആധിപത്യം പുലർത്തുന്ന ഈ കലാമേളയിൽ ഈ വർഷമെങ്കിലും ഈ ആതിഥേയത്വം വഹിക്കുന്ന തിരുവനന്തപുരം ജില്ല, കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം ജില്ല തൊട്ടടുത്ത് തന്നെ എത്തിയിരുന്നു പോയിന്റ് നിലയിൽ. അങ്ങനെ അത്രയേറെ തിരക്കാണ് അവിടെ. അജിംഷാദ്, സ്ക്രീനിൽ കാണുന്നില്ലേ നമ്മൾ? സ്വർണ്ണക്കപ്പ് ആവേശത്തോടു കൂടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രധാന വേദിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്.